എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ വോയിസ് നോട്ടുമായിട്ട് വന്നിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മളിപ്പം വയനാട്ടിലത്തെ ഇവൻറ്റ്സ് ഒക്കെ കാണുന്നുണ്ട്. അവിടുത്തെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സും അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോരുത്തരും അപ്ഡേറ്റഡ് ആണ് സോഷ്യൽ മീഡിയാസ് വഴിയും ന്യൂസ് ചാനൽസ് വഴിയും ഒക്കെ അല്ലേ. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ആങ്സൈറ്റിയും സ്ട്രെസ്സും ഒരു ഹെൽപ്ലെസ് ഫീലിംഗും ഒക്കെ വളരെയധികം, പ്രത്യേകിച്ച് ഡിപ്രഷൻ ഒക്കെ ഉള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ബിക്കോസ് ദേ ആർ വാച്ചിങ് ദ ന്യൂസ്. അവർ പേഴ്സണലി അവർ എഫക്റ്റഡ് അല്ലെങ്കിൽ പോലും അവർ ആ ന്യൂസും മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ട് അവർ ഡിസ്റ്റർബ്ഡ് ആവുന്ന ഒരുപാട് പേരെ ഇപ്പം നമ്മൾ ഈ ഒരു സമയത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വോയിസ് നോട്ട്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഇമോഷൻസ് എല്ലാം തന്നെ വാലിഡേറ്റഡ് ആണ്. അതായത് നിങ്ങളൊരു എമ്പതി കാണിക്കുന്ന ഒരു ആത്മാവായതുകൊണ്ട് തന്നെ, ഒരു സോൾ ആയതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രയാസം അനുഭവപ്പെടുന്നത്. ഓക്കെ, യു അക്നോളജ് യുവർ ഫീലിംഗ് ലൈക്ക് യുവർ ഇമോഷൻസ് ആർ വാലിഡേറ്റഡ്. നിങ്ങൾക്കൊരു എംപത്തറ്റിക് സോളാണ് നിങ്ങൾ എന്നുള്ള ഒരു വലിയൊരു അറിവാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനോടൊപ്പം തന്നെ രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറയാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യണം, ന്യൂസ് കാണുന്നതിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഓരോ ബ്രേക്ക് എടുക്കുക. ഓക്കെ, ഐ എം സജസ്റ്റിംഗ് യു ടു ടേക്ക് ബ്രേക്ക് ഫ്രം ന്യൂസ് ആക്ച്വലി. അതുപോലെ തന്നെ ഗെറ്റ് എൻഗേജ്ഡ് ഇൻ റിലാക്സിങ് ആക്ടിവിറ്റീസ്. നിങ്ങൾക്ക് റിലാക്സേഷൻ കിട്ടുന്ന എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള ആക്ടിവിറ്റീസിലോട്ടൊക്കെ വാച്ച് ചെയ്യാനോ, അല്ലെങ്കിൽ അതിലൊരു ഗിൽട്ടൊന്നും വേണ്ട. കാരണം നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് നിങ്ങൾക്ക് മാത്രമേ കാത്തു സൂക്ഷിക്കാൻ പറ്റുള്ളൂ. നിങ്ങളിവിടെ സഫർ ചെയ്തുകൊണ്ട് അവിടെ സഫർ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കുറവോ നേട്ടമോ ഒന്നുമില്ല. പകരം നിങ്ങളും കൂടി തളർന്നു പോകുന്നു എന്നുള്ളൊരു കാര്യം മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. ഗെറ്റ് എൻഗേജ്ഡ് ഇൻ സം റിലാക്സിങ് ആക്ടിവിറ്റീസ് ആൻഡ് ഓൾസോ ട്രൈ ടു പ്രയോറിറ്റൈസ് യുവർ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ വെൽബീയിങ്. നിങ്ങളുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള വെൽബീയിങ് നിങ്ങൾ തീർച്ചയായിട്ടും ടേക്ക് കെയർ ചെയ്യണം. അതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ സമൂഹത്തിന് ചെയ്യാനുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ തകർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പേര് തകരുകയും ചെയ്യുന്ന അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. തീർച്ചയായിട്ടും ഐ എം എൻകറേജിങ് യു ടു ഡു സെൽഫ് കെയർ. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഈ ഓൺലൈനിൽ ന്യൂസ് കണ്ട് അവലാതിപ്പെട്ടിരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് അക്നോളജ് ചെയ്യുക. ഓക്കെ, വാട്ട് ക്യാൻ ഐ ഡു വിത്ത് മൈ സിറ്റുവേഷൻ, വിത്ത് മൈ റിസോഴ്സസ്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് എന്നുള്ളത്. എല്ലാം കൂടെ ഒന്നും നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. വാട്ട് യു ക്യാൻ ഡു ഇസ് ഷെയർ ലിങ്ക്സ് ടു ട്രസ്റ്റഡ് ഓർഗനൈസേഷൻ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരിചയമുള്ള ഓർഗനൈസേഷൻസോ സപ്പോർട്ട് ഗ്രൂപ്പ്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അവരുടെയൊക്കെ ഗവൺമെൻറ് റിസോഴ്സസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ്, ഇതെല്ലാം തന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയാസിലൂടെ ഷെയർ ചെയ്ത് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. ആളുകളിലൂടെ നിങ്ങൾക്ക് ഓൺലൈനിലാണ് ചെയ്യാൻ പറ്റുക വെച്ചാൽ അത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ചെയ്യുക. ബട്ട് ഡോണ്ട് ഷെയർ ഓൾ ദ നെഗറ്റീവ് ന്യൂസസ് ദാറ്റ് യു ആർ ഗെറ്റിംഗ്. കാരണം നിങ്ങളെപ്പോലെ തന്നെ വേറെ വിഷമം അനുഭവിക്കുന്ന ആൾക്കാർ അപ്പുറം ഇപ്പുറം ഓൺലൈനിലുണ്ടാവും. പ്രത്യേകിച്ച് മേജർ ഡിപ്രസീവ് ഡിസോർഡറിലൂടെ പോകുന്നവരുണ്ടാവാം, PTSDയിലൂടെ പോകുന്നവരുണ്ടാവാം, പോസ്റ്റ് ട്രോമാറ്റിക് സിംറ്റം ഡിസോർഡേഴ്സിലൂടെ പോകുന്നവരുണ്ടാവാം. ന്യൂസസൊക്കെ കേട്ടിട്ട് വളരെ മാനസികമായിട്ട് ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്നവരുണ്ടാവും. അവർക്കൊക്കെ നിങ്ങൾ വീണ്ടും ഇങ്ങനത്തെ കണ്ടൻസ് പോസ്റ്റ് ചെയ്യുമ്പം അവർ വീണ്ടും ഡിസ്റ്റർബ്ഡ് ആവും. ട്രൈ ടു അവോയ്ഡ് ദാറ്റ്. പകരം നിങ്ങൾ എന്ത് ചെയ്യുക, അവർക്ക് വേണ്ട ആശ്വാസം നൽകുന്ന കുറേ ഓർഗനൈസേഷൻസ് നടത്തുന്ന കുറേ ധനസഹായ സമാഹാരങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ഗവൺമെൻറ്റിൻ്റെ വകയുള്ള കുറേ ഹെൽപ്പ് റിസോഴ്സസ് ഉണ്ടാവും. അതൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, ദെൻ ട്രൈ ടു നിങ്ങൾക്ക് പറ്റുന്ന ആൾക്കാർക്ക് വോളണ്ടിയർ ആവാനോ, ഓൺലൈനിൽ വോളണ്ടിയർ ആവാൻ, അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ആക്ഷൻസ് എടുക്കുക. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഡൊണേഷൻസ് കൊടുക്കുക. അതിപ്പോൾ 10 രൂപയെങ്കിൽ 10 രൂപ. അതുകൊണ്ട് വലിയ സംഭവമൊന്നും സംഭവിക്കാൻ തോന്നുമെങ്കിലും നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അതിലോട്ട് ഡൊണേഷൻസ് കൊടുക്കുക. വോളണ്ടിയറിങ്ങിന് ആരെങ്കിലുമൊക്കെ പോകാൻ പറ്റുകയാണെങ്കിൽ അതിലോട്ട് പോകാൻ പറ്റുന്നവർ പോവുക, അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ.
പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവരോടൊക്കെ തന്നെ നിങ്ങൾ സേഫാണ് എന്നുള്ളൊരു കാര്യം അറിയിക്കുക. നിങ്ങളുടെ ഭാഗത്ത് പ്രയാസങ്ങളൊന്നും ഇല്ല നിങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് ഫോണിൽ സംസാരിച്ച് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരോടും നിങ്ങളോടും പറയേണ്ടത് ഗവൺമെൻറ് ആയാലും മറ്റ് സന്നദ്ധ പ്രവർത്തകരായാലും അവരൊക്കെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ എഫക്റ്റഡ് ഏരിയയിൽ ഹെൽപ്പ് കൊടുക്കുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ട് തന്നെയാണ് അവരുടെ ഹെൽപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു റീഅഷ്വറൻസ് നിങ്ങൾക്ക് തന്നെ കൊടുക്കണം. ഓക്കെ ആരെയും ഒറ്റയ്ക്ക് വിടുന്നില്ല, ഇവിടെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾ റീഅഷ്വർ യുവർ സെൽഫ്. 2, നിങ്ങളുടെ സോഷ്യൽ കണക്ഷൻസിനെ നന്നായിട്ട് എന്ത് ചെയ്യാം, ബൂസ്റ്റപ്പ് ചെയ്യുക. അതായത് റീച്ചിങ് ഔട്ട് ടു യുവർ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, സപ്പോർട്ട് ഗ്രൂപ്പ്സ് ഫോർ ഇമോഷണൽ സപ്പോർട്ട്. നിങ്ങളുടെ ഇമോഷണൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒറ്റയ്ക്ക് ഇരുന്ന് ഇതിനെക്കുറിച്ച് വേവലാതിപ്പെട്ടിരിക്കാണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലി മെമ്പേഴ്സുമായിട്ടൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് ഇതെടുക്കുക. ഓക്കെ. അതുപോലെ തന്നെ പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു എക്സ്പോഷർ മോണിറ്റർ ചെയ്യുക. അതായത് ലൈക്ക് ലിമിറ്റിംഗ് ന്യൂസ് കൺസംഷൻ ആൻഡ് അവോയ്ഡിങ് ഗ്രാഫിക് കണ്ടൻസ്. അതായത് ഇങ്ങനെ മൃതശരീരങ്ങൾ കൊണ്ടുപോകുന്ന കണ്ടൻസ് ഒക്കെ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡോണ്ട് വാച്ച് ഇറ്റ്. നിങ്ങളുടെ ന്യൂസ് കൺസംഷൻ വളരെ കുറയ്ക്കുക, അതാണ് വേണ്ടത്. ന്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, 24/7 അത് കണ്ടുകൊണ്ടിരിക്കുക. ഒരുപാട് നെഗറ്റീവ് വിഷമങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. മെൻ്റലി ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് പ്രയാസം ഇല്ലെങ്കിൽ ലെറ്റ് ദം വാച്ച് ഇറ്റ് സോ ദാറ്റ് ദേ ഗെറ്റ് അപ്ഡേറ്റഡ്. ബട്ട് നിങ്ങൾ ആസ് എ പേഴ്സൺ നിങ്ങൾക്കത് പ്രയാസമുള്ള കാര്യമാണ്, നിങ്ങൾ അതിൽ നിന്ന് കൂടുതൽ അതിൽ ടൈം സ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക. കാരണം അതുകൊണ്ട് പ്രത്യേകിച്ച് ലാഭങ്ങളൊന്നുമില്ല. മരിച്ചു പോയവർക്കുമില്ല, അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കുമില്ല, നിങ്ങൾക്കുമില്ല. അപ്പം ലിമിറ്റ് യുവർ exposure to negative graphic contents and newses. Okay, then പരമാവധി നിങ്ങൾ എന്ത് ചെയ്യണം, പ്രൊമോട്ടിങ് പോസിറ്റീവ് കോപ്പിംഗ് മെക്കാനിസംസ്. അതായത് ഹെൽത്തി കോപ്പിംഗ് മെക്കാനിസംസ് ലൈക്ക് എക്സസൈസ്, മൈൻഡ്ഫുൾനെസ്, ക്രിയേറ്റീവ് ആക്ടിവിറ്റീസിലൂടെയൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക പരമാവധി. ഓക്കെ, എക്സസൈസ് ചെയ്യാം, മൈൻഡ്ഫുള്ളായിട്ട് ഇരിക്കാൻ നോക്കാം. അതുപോലെ തന്നെ ക്രിയേറ്റീവായിട്ടുള്ള ഡ്രോയിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഗാർഡനിങ്, അങ്ങനത്തെ കാര്യങ്ങൾ ഇതിലൂടെയൊക്കെ നിങ്ങൾ ചെയ്യാം. ഓക്കെ, ആൻഡ് ബി സേഫ് ഓൾസോ. അതുപോലെ തന്നെ നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്, ഒരുപാട് ഭൂമിയുടെ പല ഭാഗങ്ങളിലും ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം ദിസ് ഈസ് എ ടൈം ടു റിമൈൻഡ് യുവർ സെൽഫ് ഓഫ് റെസിലിയൻസ്. ആക്ച്വലി നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത് സ്റ്റോറീസ് ഓഫ് ഹോപ്പ്. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പ്രോബ്ലംസൊക്കെ വന്ന രാജ്യങ്ങളും സ്ഥലങ്ങളൊക്കെ തിരിച്ച് പഴയ ഇതിനൊക്കെ അതിജീവിച്ച് വന്നിട്ടുണ്ട്. സോ അത് ഒരുപാട് പ്രതീക്ഷ കൊടുക്കുന്ന സ്റ്റോറീസ് ഷെയർ ചെയ്യുക. റെസിലിയൻസ്, ഹൈലൈറ്റ് ദ സ്റ്റോറീസ് ഓഫ് ഹോപ്പ്, റെസിലിയൻസ് ആൻഡ് റിക്കവറി ഫ്രം പാസ്റ്റ് ഡിസാസ്റ്റേഴ്സ്. സുനാമിയൊക്കെ വന്ന സമയത്ത് ഇത്ര പേരിങ്ങനെ അതുപോലെ തന്നെ ഒരുപാട് പാൻഡമിക് ഒക്കെ വന്നു. അവിടെ നിന്നൊക്കെ നമ്മൾ തിരിച്ച് കരകയറിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പ്രതീക്ഷ നിറഞ്ഞ പോസിറ്റീവ് ന്യൂസസ് ഷെയർ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ആവശ്യമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഓവർവെൽമിങ് തോട്ട്സിനെ ഷെയർ ചെയ്യുക. മറ്റുള്ളവരുമായിട്ട് സൈക്കോ എഡ്യൂക്കേറ്റഡ് ആക്കി കൊടുക്കുക. അവർക്കും ഇതുപോലത്തെ കാര്യങ്ങളിലോട്ട് വരാനുള്ള ഒരു ഹെൽപ്പ്. ടോക്കിംഗ് വിത്ത് എ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ഈസ് മച്ച് അപ്രിഷിയേറ്റഡ് അറ്റ് ദിസ് ടൈം എന്നുള്ള കാര്യം പറഞ്ഞ് അവരെയും സൈക്കോ എഡ്യൂക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒരു 10 പോയിൻറ്റ്സോളം ഇപ്പോൾ ഞാനിതിൽ പറഞ്ഞു. ഫസ്റ്റ് വൺ ഈസ് അക്നോളജ് യുവർ ഫീലിങ്സ് and validate your feelings. Second one is encouraging self-care in yourself. Third one, provide resources. വേണ്ട റിസോഴ്സുകളിലൂടെ സപ്പോർട്ട് ഗ്രൂപ്പ്സും ട്രസ്റ്റഡ് ഓർഗനൈസേഷൻ്റെ ഒക്കെ ഗ്രൂപ്പ്സും ലിങ്ക്സ് ഒക്കെ ഷെയർ ചെയ്യുക. ദെൻ ഫോസ്റ്റർ എ സെൻസ് ഓഫ് കൺട്രോൾ. ദ ഫോർത്ത് പോയിന്റ് ഈസ് ഫോസ്റ്റർ എ സെൻസ് ഓഫ് കൺട്രോൾ. നിങ്ങൾ എന്ത് ചെയ്യാം, കൺസ്ട്രക്റ്റീവ് ആക്ഷൻസ് എടുക്കുക. ഓക്കെ, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓൺലൈനിലായാലും ഓഫ്ലൈനിലായാലും നിങ്ങൾ ഒരു ഡൊണേഷൻസ് ആയാലും മറ്റുള്ള അമ്യൂണിറ്റീസൊക്കെ കൊടുത്ത് സഹായിക്കുക. പിന്നെ പറ്റുന്നത് ഓഫർ റീഅഷ്വറൻസ് ലൈക്ക് ദേ ആർ സേഫ്, എല്ലാവരും സേഫാണ്, ഞങ്ങളിവിടെ സേഫാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട ഹെൽപ്പുകൾ അവിടെ എത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് എവ്രി വൺ ഈസ് ട്രൈങ് ടു ഡു ദെയർ ബെസ്റ്റ്, ലെവൽ ബെസ്റ്റ് എന്നുള്ള ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ ഇരിക്കാൻ നോക്കുക. അതുപോലെ തന്നെ എൻകറേജ് ദ സിക്സ്ത് വൺ ഈസ് എൻകറേജ് സോഷ്യൽ കണക്ഷൻസ്. Try to reach out to friends, family or support groups for emotional support. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു 7th പോയിൻ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് മോണിറ്റർ ആൻഡ് ലിമിറ്റ് എക്സ്പോഷർ ടു
ദ ന്യൂസ് കൺസെപ്ഷൻ ആൻഡ് അവോയ്ഡിങ് ഗ്രാഫിക് കണ്ടൻറ്റ്സ്. അതിങ്ങനെ സ്റ്റാറ്റസിലൂടെയും ഫേസ്ബുക്കിലൂടെയും സോഷ്യൽ മീഡിയാസിലൂടെയും ഷെയർ ചെയ്യാണ്ടിരിക്കുക പരമാവധി. അത് നിങ്ങളെ മാത്രമല്ല മറ്റുള്ളവരെയും ഡിസ്റ്റർബ് ആക്കും, അതുപോലെ തന്നെ ഹോപ്പ്ലെസ് സ്റ്റേജിലോട്ട് കൊണ്ടുപോകും. അപ്പം നിങ്ങൾ അങ്ങനത്തെ കാര്യം പകരം പോസിറ്റീവായിട്ടുള്ള അവർക്ക് സഹായം എത്തിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് സഹായം എത്തിക്കേണ്ട നമ്പേഴ്സ്, ഹെൽപ്പ് ലൈൻസ്, പണം എത്തിക്കേണ്ട ഗവൺമെൻറ്റിൻ്റെ റിസോഴ്സസ്, ഇതൊക്കെയാണ് നിങ്ങൾ ഷെയർ ചെയ്യേണ്ടത്. Promote positive coping, encourage healthy coping mechanisms like do the exercise, പെട്ടെന്ന് എക്സസൈസ് ചെയ്യുക, ബോഡി മൂവ് ചെയ്യുക, സ്ട്രെച്ച് ചെയ്യുക, ബ്രീത്തിങ് ടെക്നിക്സ് ഉപയോഗിക്കുക, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. ക്രിയേറ്റീവായിട്ട് എല്ലാവരും പെയിൻറ്റിങ്ങോ നാച്ചുറൽ പോസിറ്റീവായിട്ടുള്ള ഇതേ ഭൂമി തന്നെ തിരിച്ച് പോസിറ്റീവായിട്ട് വരുന്ന നാച്ചുറൽ പെയിൻറ്റിങ്സ് അങ്ങനെയൊക്കെ കൊടുത്ത് ഹോപ്പ് കൊടുക്കുക. റിമൈൻഡ് എവ്രി വൺ ഓഫ് റെസിലിയൻസ്. നമ്മൾക്ക് അതിജീവിക്കാൻ കഴിയുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ദൈവം നമുക്ക് അങ്ങനെ ഒരു കപ്പാസിറ്റി തന്നിട്ടുണ്ട്. സോ ഹൈലൈറ്റ് ദ സ്റ്റോറീസ് ഓഫ് ഹോപ്പ്, റെസിലിയൻസ് ആൻഡ് റിക്കവറി ഫ്രം പാസ്റ്റ് ഡിസാസ്റ്റേഴ്സ്. പിന്നെ ഫൈനലി സീക്ക് പ്രൊഫഷണൽ ഹെൽപ്പ് ഇഫ് നീഡഡ്. എൻകറേജ് സീക്കിംഗ് ഹെൽപ്പ് ഫ്രം മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ്. ഇത്തരം കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളെയും എന്നെയും ഒരുപോലെ. സോ സ്റ്റേ സേഫ് ആൻഡ് ഡു to the best of your abilities whatever you can do in a positive, constructive way. Okay, thank you.